കർത്താവിൻ്റെ വരവും ദൈവജനത്തിൻ്റെ ഒരുക്കവും എന്നുള്ളതാണല്ലോ നമ്മുടെ വിഷയം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് കർത്താവിൻ്റെ വരവ്, അതിൻ്റെ ഡേറ്റൊന്നും നമുക്കറിയത്തില്ല, പക്ഷേ അത് ഏറ്റവും ഇമ്മീഡിയറ്റാണ്. അത് താമസിക്കുകയില്ല. എന്നാൽ താമസിക്കുകയില്ല എന്ന് തന്നെയല്ല, കർത്താവിൻ്റെ വരവല്ലാതെ നമുക്കൊരു പ്രത്യാശയും ഇല്ലാത്ത ഒരവസ്ഥ ശരിക്കും വന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കർത്താവ് തന്നെ പറഞ്ഞ കാര്യം, നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരികയാൽ നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. നനയ്ക്കാത്ത നാഴികയിൽ. അതുകൊണ്ട് ഡേറ്റൊന്നും നമ്മൾ കണ്ടുപിടിക്കേണ്ട, എപ്പോൾ വേണമെങ്കിലും കർത്താവ് വരാം. ഈ ക്ലാസ്സിൽ, ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് കർത്താവിൻ്റെ ഒന്നാമത്തെ വരവും അവിടുത്തെ രണ്ടാമത്തെ വരവും എന്തിനു വേണ്ടി, അതിൻ്റെ ഡിഫറൻസ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ആ ഒന്നാമത്തെ വരവ് അത് നമുക്ക് നിർവഹിച്ചു തന്നതായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, രണ്ടാമത്തെ വരവ് നമ്മൾ നോക്കിയിരിക്കുന്നതായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതായ കാര്യം. കർത്താവ് ഒന്നാമത് വന്നത്, ഈ ഭൂമിയിലേക്ക് വന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒന്നാമത് കർത്താവ് വന്നത്, ഒന്ന്, മറ്റുള്ളവർക്ക് വേണ്ടി മറുവിലയായി മരിപ്പാനാണ് കർത്താവ് വന്നതെന്ന് കർത്താവ് തന്നെ പറയുന്ന കാര്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 20-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ. അപ്പോൾ കർത്താവ് ഒന്നാമത് വന്നത് ആരെയും കൊല്ലാൻ വേണ്ടിയല്ല. എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയതായ ഒരു വാക്യമാണിത്. എന്നെ വാസ്തവത്തിൽ യേശുവിനോട് അടുപ്പിച്ചതായ ഒരു കാര്യമാണ്. കാരണം ഞാൻ ഈ മതപരമായ ഗ്രന്ഥങ്ങളൊക്കെ പണ്ട് വായിച്ചു നോക്കിയപ്പോൾ ദൈവങ്ങളൊക്കെ വരുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, പ്രധാനമായും അവർ വരുന്നത് നന്മ ചെയ്യുന്നവരെ രക്ഷിക്കാനും തിന്മ ചെയ്യുന്നവരെ കൊല്ലാനുമാണ്. അപ്പോൾ കൊല്ലാനാണ് പഴയ കാലത്തെ അവതാരങ്ങളൊക്കെ വന്നതായി പുരാണങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അത് എല്ലാവരെയും കൊല്ലാനല്ല, തിന്മ ചെയ്തവരെ കൊല്ലാനായിട്ട്, പാപികളെ കൊല്ലാൻ, നന്മ ചെയ്യുന്നവരെ രക്ഷിക്കാൻ, ദുഷ്ടന്മാരെ നിഗ്രഹിക്കാൻ. ഇതിനു വേണ്ടി ആണ് അവതാരങ്ങൾ വന്നതെങ്കിൽ കർത്താവ് ഇവിടെ പറയുന്ന കാര്യം എന്നറിയാമോ? കർത്താവ് പറയുന്നത്, ഞാൻ വന്നത് കൊല്ലാനല്ല, ഞാൻ വന്നത് എൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാൻ, അനേകർക്ക് വേണ്ടി മരിക്കാൻ വേണ്ടി ലോകത്തിൽ ആരും വന്നിട്ടില്ല. ഒരു ദൈവവും വന്നിട്ടില്ല, ഒരു മനുഷ്യൻ പോലും വന്നിട്ടില്ല. നമ്മളെന്തോ ഭൂമിയിലേക്ക് വന്നത് മരിക്കാനാണോ? ഒന്നും അല്ലല്ലോ. അപ്പം മരിക്കാൻ വേണ്ടി ആരും വന്നിട്ടില്ല. പക്ഷേ യേശു പറഞ്ഞു, ഞാൻ വന്നത് തന്നെ മരിക്കാനാ. ഞാൻ ക്രിസ്മസിനെ കുറിച്ചും കാൽവറിയെക്കുറിച്ചും ക്ലാസ്സുകൾ എടുക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ക്രിസ്മസ് അത്യത്ഭുതകരമായ ഒരു കാര്യമാണ്. സ്വർഗത്തിലിരുന്ന ദൈവം ഭൂമിയിലേക്ക് ജനിച്ചതാണ് ക്രിസ്മസ്. പക്ഷേ ക്രൂശ്, കാൽവറി എന്ന് പറയുന്നത് മനുഷ്യനായി പിറന്ന ദൈവം, ആ ദൈവത്തിൻ്റെ മകനായ യേശു കർത്താവ്, ആ ദൈവമായ യേശു കർത്താവ് അനേകർക്ക് വേണ്ടി മറുവിലയായി മരിക്കുന്ന അനുഭവമാണ് ക്രൂശിൽ നമ്മൾ കാണുന്നത്. അപ്പം ക്രൂശാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേദപുസ്തകം, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഭൂമിയിലുള്ള ആഗമനത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഏറ്റവും പരമപ്രധാനമായ കാര്യമെന്ന് പറയുന്നത് ക്രൂശാണ്. ജനനമുണ്ടെങ്കിലേ മരണം നടക്കത്തുള്ളൂ, അത് വേറെ കാര്യം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, കർത്താവ് ഭൂമിയിലേക്ക് വന്നത് തന്നെ മരിക്കാനാണെന്നാണ് പറയുന്നത്. ഗുരു നിത്യചൈതന്യയതി പണ്ട് ഒരിക്കൽ പറഞ്ഞു, ക്രിസ്ത്യാനികൾ എപ്പോഴും യേശുവിൻ്റെ ക്രൂശിനെ കുറിച്ച് പറയും. ഞാൻ യേശുവിൻ്റെ ക്രൂശിനെ ഒന്നുമല്ല, എനിക്ക് യേശുവിൻ്റെ വാക്കുകളാണ് പ്രധാനം. അപ്പം ഞാൻ അന്ന് അദ്ദേഹത്തിന് ഒരു മറുപടി എഴുതിയ മറുപടിയിൽ ഞാൻ പറഞ്ഞ ഇതാണ്, യേശുവിൻ്റെ വാക്കുകൾ അതുല്യമാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, കർത്താവ് വന്നത് കുറേ വാക്കുകൾ പറഞ്ഞിട്ട് മടങ്ങിപ്പോകാനല്ല, കർത്താവ് വന്നത് മരിക്കാൻ വേണ്ടിയാണ്. അത് വെറുതെ മരിക്കാൻ വേണ്ടിയല്ല, അനേകർക്ക് വേണ്ടി. ഇവിടെ എഴുതിയിരിക്കുന്നത് ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കാനും അത്രേ വന്നത്.
മറുവിലയായി. റാൻസം, അതായത് ഞാൻ മരിക്കേണ്ടിയ സ്ഥാനത്താണ് യേശു കർത്താവ് മരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ മരിക്കേണ്ടിയ സ്ഥാനത്ത് മരിക്കുവാനായി വന്ന യേശു. അപ്പോൾ യേശുവിൻ്റെ ഒന്നാമത്തെ വരവ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് പകരമായി മരിക്കുവാനാണ് അവിടുന്ന് വന്നത്. അങ്ങനെ മരിച്ചാൽ മാത്രമേ എനിക്ക് പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുകയുള്ളൂ. നമ്മളീ പറഞ്ഞ വേദഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 45-ാം വാക്യത്തിലും യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങളിലും, ഞാൻ ഓരോന്നും വായിക്കുന്നില്ല, അവിടെ എല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഈ വേദഭാഗത്തിൻ്റെ എക്സ്റ്റൻഷൻ എന്ന നിലയിൽ നമ്മൾ അവിടെ എല്ലാം കാണുന്നുണ്ട്. മർക്കോസ് 10:45 നമ്മൾ കാണുന്നത്, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായത്തിലും ഇതേപോലെ തന്നെ, യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആളുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ജീവനെ കൊടുക്കുന്നു. ജീവനെ കൊടുക്കാനാണ് കർത്താവ് വന്നത്. ജീവനെ കൊടുക്കുവാൻ, മരിക്കുവാൻ. എന്തുകൊണ്ടാണ് മരിക്കാൻ വന്നത്? മരണം കൊണ്ട് മാത്രമേ എന്നെ യേശുവിനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. കാര്യം മറുവിലയാണ്. ഞാൻ മരിക്കേണ്ട സ്ഥാനത്താണ് യേശു മരിക്കുന്നത്. അതിനാണ് യേശു ഒന്നാമത് വന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് പാപികളെ രക്ഷിക്കുവാൻ എന്നുള്ളതാണ്. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ അതിൻ്റെ 3-ാമത്തെ അധ്യായം അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദൈവം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അവനെ നൽകുവാൻ, അവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ അത്രയ്ക്ക് ദൈവം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അതിനാ ഒന്നാമത് വന്നത് എന്നെ രക്ഷിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി. അപ്പോൾ യേശു ഭൂമിയിൽ വന്നു, എനിക്ക് പകരമായി മരിച്ചു. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. അവനെ ന്യായം വിധിക്കാനല്ല വന്നത്. ന്യായവിധി എന്നതോ, വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവൻ വെളിച്ചത്തേക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചത്. യേശു ഭൂമിയിലേക്ക് വന്നു. അവനെ സ്നേഹിച്ച് അവൻ്റെ പിന്നാലെ പോകുന്നവന് ന്യായവിധിയില്ല. ആർക്കാണ് ന്യായവിധി? വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യൻ്റെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവൻ വെളിച്ചത്തേക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ച് ഇരുളിനെ തിരഞ്ഞെടുക്കുന്നവനാണ് ന്യായവിധി. ഇരുളിനെ തിരഞ്ഞെടുക്കുന്നവന് ന്യായവിധി. പക്ഷെ കർത്താവ് തന്നെ ഭൂമിയിലേക്ക് അയച്ചത് ആർക്കു വേണ്ടി? എന്താണ്? ദൈവം തന്നെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, അവനാൽ രക്ഷിക്കപ്പെടുവാൻ. ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനാണ്. അതിനാണ് ദൈവം യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. 1 തീമോഥെയോസിൻ്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം നമ്മൾ കാണുന്നത്, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു. കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ് പാപികളെ രക്ഷിക്കാനാണ്, വിധിക്കാനല്ല, രക്ഷിക്കാനാണ് വന്നത്. ആ യേശുവിനെ നിഷേധിക്കുന്നവന് ന്യായവിധിയുണ്ട്. പക്ഷേ യേശു വന്നതെന്തിനു വേണ്ടിയാണ്? മനുഷ്യരെ രക്ഷിക്കുവാൻ, ലോകത്തെ വിധിക്കാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടേണ്ടതിനത്രേ. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം. ഞാനിതിനെക്കുറിച്ച് പറയുമ്പോഴെല്ലാം പറയാറുള്ളൊരു കാര്യമുണ്ട്. എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം ഇതേ ഉള്ളൂ. ബാക്കിയുള്ളതൊന്നും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം എന്ന് പറയാൻ പറ്റില്ല.
നമ്മളിവിടെ പലപ്പോഴും ഇന്നിപ്പോൾ പ്രസംഗിക്കുന്നവരൊക്കെ പറയുന്നു യേശു രോഗികളെ സൗഖ്യമാക്കുവാൻ ഭൂമിയിലേക്ക് വന്നു. അതെല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ വചനം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ഒരാൾക്ക് രോഗമില്ലെങ്കിലോ? യേശു രോഗികളെ സൗഖ്യമാക്കുവാൻ ഭൂമിയിൽ വന്നു എന്ന് പറയുന്നത്, യേശു രോഗികളെ സൗഖ്യമാക്കുമില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ യേശു രോഗികളെ സൗഖ്യമാക്കുവാൻ ഭൂമിയിൽ വന്നു എന്ന് പറയുന്നത് എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ വചനം അല്ല. ഇനി നിന്റെ കടങ്ങൾ വീട്ടുവാൻ യേശു ഭൂമിയിലേക്ക് വന്നു. കടമില്ലാത്തവനോ? എല്ലാവർക്കും തന്നെ കടമാണ്. അപ്പോൾ എല്ലാവരും കടക്കാരല്ല. അപ്പോൾ അതുകൊണ്ട് കടക്കാരെ വീണ്ടെടുക്കുവാൻ വിടുവിക്കാൻ യേശു ഭൂമിയിൽ വന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ വചനമല്ല. നിന്നെ ധനികനാക്കുവാൻ യേശു ഭൂമിയിലേക്ക് വന്നു എന്ന് പറഞ്ഞാലും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ വചനമല്ല. അനിൽ അംബാനിക്ക് അങ്ങനെയാണെങ്കിൽ ആവശ്യമില്ലല്ലോ യേശുവിനെ, അല്ലേ? നിനക്കൊരു വീട് തരാൻ യേശു ഭൂമിയിലേക്ക് വന്നു പറഞ്ഞു കഴിഞ്ഞാൽ വീടുള്ളവനോ? അപ്പോൾ ഇതൊന്നും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ വചനമല്ല. ഇതെല്ലാം സത്യമാണ്, പക്ഷേ എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ വചനമല്ല. പക്ഷേ ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്ന് പറയുന്നത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യവുമായ വചനമാണ്. കാരണം പാപികളല്ലാത്ത ആരുമില്ല. എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ വചനം, അതിനാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. പിന്നെ പഴയ നിയമത്തിലും ഈ ആളുകൾ രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ടല്ലോ. പ്രവാചകന്മാർ, എലീശ പ്രവാചകനൊക്കെ രോഗികളെ സൗഖ്യമാക്കിയിട്ടില്ലേ? മരിച്ചവരെ ഉയിർപ്പിക്കവരെ ചെയ്തിട്ടുണ്ട്, ഇല്ലേ? അതൊക്കെ പഴയ നിയമത്തിൽ നടന്നിട്ടുണ്ട്. പ്രവാചകന്മാരും അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് പകരമായി മരിക്കുവാൻ ഒരു പ്രവാചകനും വന്നിട്ടില്ല. അത് യേശു മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ വചനം എന്ന് പറയുന്നത് ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ വചനമാണ്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ് പാപികളെ രക്ഷിക്കുവാൻ. അതിനുവേണ്ടി യേശു മറുവിലയായി മരിച്ചു. പക്ഷേ അടിസ്ഥാനപരമായി യേശു വന്നത് പാപികളെ രക്ഷിക്കുവാൻ, നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കാനാണ്. പഴയ നിയമത്തിൽ ആളുകൾ ദൈവത്തെ വിളിച്ചുകൊണ്ടിരുന്നത് അഡോണായി അഥവാ യജമാനൻ എന്ന വാക്കാണ്. യേശു കർത്താവ് വന്നിട്ട് പറഞ്ഞു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാൻ പറഞ്ഞു. മകനാക്കുവാൻ, നമ്മളെ മക്കളാക്കുവാൻ യേശു ഒന്നാമത് വന്നത്. മക്കളാക്കുവാൻ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ അതിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. നമ്മളെ ദൈവത്തിൽ നിന്ന് ജനിപ്പിക്കുവാൻ, അതിന് നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മളൊരു കാര്യം ചെയ്യണം. എന്താ? അവനെ കൈക്കൊണ്ട് അവനെ ഹൃദയത്തിൽ സ്വീകരിച്ച് അവനെ ഉള്ളിൽ കൈക്കൊണ്ട്, അതത്യാവശ്യമാണ്. അത് നമ്മൾ സ്വീകരിക്കുമ്പോഴാണ്, ആ യേശുവിനെ സ്വീകരിക്കുമ്പോൾ, പുത്രനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല, വിശ്വസിക്കാത്തവന് ന്യായവിധിയുണ്ട്. പക്ഷേ പണ്ട് വിശ്വസിച്ചാലും പറ്റത്തില്ലല്ലോ. അതിനുവേണ്ടി യേശു ഭൂമിയിൽ വന്ന് മരിച്ചത് കൊണ്ടല്ലേ ഇന്നിപ്പോൾ നമുക്ക് വിശ്വസിക്കാനെങ്കിലും പറ്റുന്നത്. അപ്പോൾ അവൻ വന്നത് മരിക്കാനാണ്, നമ്മളെ രക്ഷിക്കുവാനാണ്, നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കുവാനാണ്. മക്കളാക്കുവാൻ, അതാണ് യേശുവിൻ്റെ ഒന്നാമത്തെ വരവിൻ്റെ ഉദ്ദേശ്യം എന്ന് പറയുന്നത്. ദൈവത്തെ നമുക്ക് പിതാവാക്കുവാൻ കഴിയും എന്ന് തന്നെയല്ല, നമ്മളെ യേശു അവൻ്റെ മണവാട്ടിയാക്കുകയാണ്. നമ്മളെ വീണ്ടെടുക്കാനായിട്ട് യേശു വന്നു. നമ്മളെ രക്ഷിപ്പാൻ, പാപികളെ രക്ഷിപ്പാൻ യേശു ഭൂമിയിലേക്ക് വന്നു. നമ്മളെ മക്കളാക്കാനായിട്ട് യേശു ഭൂമിയിലേക്ക് വന്നു. നമ്മളവനെ പിതാവാക്കുകയാണ്. അവൻ നമ്മുടെ മണവാളനാണ്. മണവാളൻ. നമ്മളെ മണവാട്ടിയാക്കുവാനായിട്ട് യേശു ഭൂമിയിലേക്ക് വന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു മണവാളനാണ് എന്നുള്ളത് 3-ാമത്തെ അധ്യായത്തിൽ നമ്മളതിൻ്റെ 28 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ തന്നെ പറയുന്നു, ഞാൻ ക്രിസ്തുവല്ല, അവന് മുമ്പായി അയക്കപ്പെട്ടവൻ അത്ര എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികളാകുന്നു. മണവാട്ടി ഉള്ളവൻ മണവാളനാകുന്നു. മണവാളൻ്റെ സ്നേഹിതനോ നിന്ന് മണവാളൻ്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു.
ഞാൻ പരിചയപ്പെടുത്തിയ യേശു മണവാളനാണ്. ആരാണ് മണവാട്ടി? ഞാനും നിങ്ങളുമാണ് മണവാട്ടി. എന്നെ മണവാട്ടിയാക്കുവാനാണ് യേശു ഭൂമിയിലേക്ക് വന്നത് എന്നാണ് നമ്മൾ കാണുന്നത്. 2 കൊരിന്ത്യർ അതിൻ്റെ 11-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെയും നമ്മൾ കാണുന്ന 2-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്നെ മണവാട്ടിയാക്കുവാനാണ് യേശു ഒന്നാമത് വന്നത്. മറുവിലയായി മരിക്കുവാനാണ്. പാപികളെ രക്ഷിപ്പാൻ യേശു ഭൂമിയിലേക്ക് വന്നു. പാപികളായ നമ്മളെ വീണ്ടെടുക്കുവാൻ വേണ്ടി യേശു ഭൂമിയിലേക്ക് വന്നു. നമ്മെ ദൈവത്തിൻ്റെ മക്കളാക്കുവാൻ യേശു ഭൂമിയിലേക്ക് വന്നു. ഒന്നാമത്തെ വരവിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ദൈവം നമ്മുടെ പിതാവായി തീരുന്നു. 2, യേശു അടുത്തതായിട്ട് മറുവിലയായി മരിപ്പാൻ വന്നു, പാപികളെ രക്ഷിപ്പാൻ വന്നു, നമ്മളെ ദൈവത്തിൻ്റെ ആക്കുവാൻ വന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവരാക്കുവാൻ. അവർ ദൈവത്തിൽ നിന്ന് അത്രേ ജനിച്ചത്, വീണ്ടും ജനനാനുഭവത്തിലൂടെ ദൈവത്തിൽ നിന്ന് ജനിച്ച് ദൈവത്തിൻ്റെ മക്കളാക്കുവാൻ. അപ്പോൾ ദൈവം നമ്മുടെ പിതാവായിത്തീരുന്നു. പിതാവ് മാത്രമല്ല, യേശു നമ്മുടെ മണവാളനായിത്തീരുന്നു. നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം, ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഇതെല്ലാം കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിൻ്റെ കാര്യങ്ങളാണ്. കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിൽ എന്തിനു വേണ്ടിയാണ് കർത്താവ് ഒന്നാമത് വന്നത് എന്ന് ചോദിച്ചാൽ, മറുവിലയായി മരിക്കുവാനാണ്, നമ്മളെ രക്ഷിക്കുവാനാണ്, പാപികളെ രക്ഷിക്കുവാൻ. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിയും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം. നമ്മളൊക്കെ പാപികളായിരുന്നു, നമ്മളെ വിടുവിച്ചു. നമ്മൾ വെറും ആദാമ്യ സന്തതികളായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവ മക്കൾ. അവർ പുരുഷൻ്റെ ഇഷ്ടത്താലല്ല ജനിച്ചത്, രക്തത്തിൽ നിന്നല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അങ്ങനെ ദൈവം നമ്മുടെ പിതാവായിത്തീരുന്നു. അതിനാണ് യേശു ഭൂമിയിൽ വന്നത്. യേശു ഭൂമിയിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ലോകത്തിൽ വന്ന വേറെ ആരും, പ്രവാചകന്മാരെ മറ്റാരും മറുവിലയായി മരിച്ചിട്ടില്ല. അവർക്ക് കഴിയുമില്ല. ഒരു പ്രവാചകന് കഴിയില്ല. അത് പാപം ചെയ്തിട്ടില്ലാത്ത, പാപം അറിഞ്ഞിട്ടില്ലാത്ത യേശുവിന് മാത്രമേ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ. എൻ്റെ പാപത്തെ ഏറ്റെടുത്ത് എനിക്ക് പകരമായി മരിക്കുവാൻ. യേശുവിൻ്റെ ഒന്നാമത്തെ വരവ് തന്നെയല്ല, അതിനപ്പുറത്ത് ഞാൻ അവൻ്റെ മണവാട്ടിയാണ്. മണവാട്ടി. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിൻ്റെ ഉദ്ദേശ്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിൻ്റെ ഉദ്ദേശ്യങ്ങൾ, എന്തൊക്കെ കാരണങ്ങളാണ്, അത് നമ്മൾ പഠിക്കുകയായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് എന്ന് പറയുന്നത് പാപികൾക്ക് വേണ്ടി മരിക്കാനല്ല അവൻ വരുന്നത്, മണവാട്ടി ആക്കാനല്ല. മണവാട്ടി ആക്കിയവരെ മണവാട്ടിയെ ചേർത്തുകൊള്ളുവാനും ലോകത്തെ ന്യായം വിധിക്കാനുമാണ് അവൻ വരുന്നത്. ഇനി വരുന്നത് കർത്താവ് രണ്ടാമത് വരുന്നത് ഈ ഒന്നാമത് വന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ആവർത്തിക്കാൻ വേണ്ടിയല്ല. കർത്താവ് രണ്ടാമത് വരുന്നത് ഒന്നാമത്തെ വരവിൽ അവൻ സാധിച്ച കാര്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. യു സീ ദ ഡിഫറൻസ്? അപ്പോൾ കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിനെക്കുറിച്ച് പഠിക്കാതെ നമുക്ക് രണ്ടാമത്തെ വരവിനെക്കുറിച്ച് പഠിക്കാൻ കഴിയില്ല. കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിൽ അവൻ സാധിച്ചതായ അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് കർത്താവ് രണ്ടാമത് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവൻ നമ്മളെ മണവാട്ടിയാക്കി. ഇനി മണവാട്ടിയെ ചേർക്കുവാനാണ് അവൻ രണ്ടാമത് വരുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവ് തന്നെ പറയുന്ന അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇതാ കർത്താവ് പറയുന്നത്. ഞാൻ വന്നു, നിങ്ങളെ എൻ്റെ മണവാട്ടിയാക്കി. ഈ മണവാട്ടിയെ ചേർത്തുകൊള്ളുവാൻ ഞാൻ വരും.
അതിനു മുമ്പ് ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുകയാണ്. കാൾ കോക്ക് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, ജീവ, ഒരിക്കൽ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ അദ്ദേഹം ഞങ്ങൾ സംസാരിച്ചോ പറഞ്ഞൊരു കാര്യമുണ്ട്. വേദപുസ്തകത്തിലെ പല കാര്യങ്ങളും ഞങ്ങൾ യഹൂദന്മാർക്ക് പെട്ടെന്ന് മനസ്സിലാകും. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് വെച്ചാണ് പല ഉപമകളും കർത്താവ് പറയുന്നത്. അതിലൊന്നാണ് മണവാട്ടിയെ ചേർക്കുവാൻ വീണ്ടും വരുന്നെന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ അങ്ങനെയുള്ള നമുക്കിവിടെ കല്യാണത്തിനിപ്പം കല്യാണം ഉറയ്ക്കുന്നു, അല്ലെങ്കിൽ ഉറപ്പ് നടന്നിരിക്കുന്നു, അത് കഴിഞ്ഞിട്ട് കല്യാണത്തിന് നമ്മൾ ചെല്ലുന്നു, അപ്പോൾ മണവാട്ടി അങ്ങോട്ട് വരുന്നു, കല്യാണം കഴിക്കുന്നു, പോകുന്നു, അത്രയൊക്കെ ഉള്ളൂ. എന്നാൽ യഹൂദന്മാരുടെ ഇടയിൽ അങ്ങനെയല്ല. യഹൂദന്മാരുടെ ഇടയിൽ ഒന്നാമത് ഈ പറഞ്ഞതുപോലെ വിവാഹത്തെക്കുറിച്ചുള്ള ആലോചന ഉണ്ടായി. എന്നിട്ട് പെൺകുട്ടിയുടെ ഭവനത്തിൽ മണവാളൻ ചെന്ന് മണവാട്ടിയെ ബെട്രോത്തൽ എന്ന് നമ്മൾ പറയുന്ന കാര്യമുണ്ടല്ലോ, ഉറപ്പെന്ന് നമ്മൾ മലയാളത്തിൽ അങ്ങനെ പറയാറുള്ള ബെട്രോത്തൽ, ആ ബെട്രോത്തൽ നടക്കുന്നു. അത് നടന്നു കഴിഞ്ഞാൽ പിന്നീട് ഭാര്യയും ഭർത്താവും പോലെ തന്നെയാണ്. പക്ഷെ അവരൊരുമിച്ച് താമസിക്കത്തില്ല, അവരൊരുമിച്ചല്ല താമസിക്കുന്നത്. എന്നാൽ ഭാര്യ എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പം യേശുവിൻ്റെ അമ്മ മറിയയെ യോസഫ് എന്ന പുരുഷനെ വിവാഹ നിശ്ചയം ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് യോസഫ് മനസ്സിലാക്കുന്നത് ഇവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നാച്ചുറലി ആ ഭാര്യയെ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ആ സ്ത്രീയെ ഉപേക്ഷിക്കുക എന്നുള്ളതൊരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്. യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ പിന്നീട് വിവാഹം കഴിഞ്ഞതുപോലെ തന്നെയാണ് എല്ലാ പ്രൊസീജിയറും. നമുക്കങ്ങനല്ല, നമുക്കങ്ങനൊന്നുമില്ല. വിവാഹ നിശ്ചയം കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോൾ കല്യാണം മാറണമെങ്കിൽ കല്യാണത്തിൻ്റെ തലേന്നോ കല്യാണത്തിൻ്റെ അന്ന് രാവിലെ വേണമെങ്കിലും നമുക്ക് കല്യാണം മാറാം, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷേ യഹൂദന്മാരുടെ ഇടയിൽ അത് പറ്റില്ല. യഹൂദന്മാരുടെ ഇടയിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ആ സ്ത്രീ ഇവൻ്റെ ഭാര്യ എന്ന പദവിയിൽ തന്നെയാണ്, അഥവാ മണവാട്ടിയാണ്. അതുകൊണ്ടാണ് ദൂതൻ വന്ന് യോസഫിനോട് പറയുന്നത്, നിനക്ക് വിവാഹ നിശ്ചയം ചെയ്ത മറിയയെ ചേർത്ത് കൊള്ളുവാൻ നീ മടിക്കേണ്ടെന്നല്ല പറയുന്നത്. എന്താ പറയുന്നത്? നിൻ്റെ ഭാര്യയായ മറിയയെ ചേർത്ത് കൊള്ളുവാൻ നീ മടിക്കേണ്ട. കാര്യം ഓൾറെഡി എന്താണ്? ഭാര്യയാണ്. അവർ ഒരുമിച്ച് ചേർന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ഈ ഭർത്താവ് അവിടെ പിന്നെ ഉപേക്ഷിക്കണമെങ്കിൽ ഉപേക്ഷണ പത്രം കൊടുക്കണം. ഉപേക്ഷണ പത്രം കൊടുത്താലേ ഉപേക്ഷിക്കാൻ പറ്റുള്ളൂ. കല്യാണം നടന്നിട്ടില്ല എങ്കിൽ പോലും വിവാഹം വേണ്ടാന്ന് വയ്ക്കണമെങ്കിൽ എന്തുകൊണ്ട് വിവാഹം വേണ്ടാന്ന് വയ്ക്കുന്നു എന്ന് പറഞ്ഞ് കാരണം കാണിച്ച് ഉപേക്ഷണ പത്രം കൊടുക്കണം. യോസഫിൻ്റെ കാര്യത്തിൽ യോസഫ് കാരണം പറയാൻ യോസഫിനുണ്ട്. എന്താ? ഞാൻ വിവാഹം കഴിച്ചു, വിവാഹ നിശ്ചയം കഴിഞ്ഞു, ആ പെൺകുട്ടി ഗർഭിണിയാണ്, കാരണമുണ്ട്, അവൾ വ്യഭിചാരം ചെയ്തു, അതുകൊണ്ട് ഞാൻ അവളെ ഉപേക്ഷിക്കുന്നു, കാരണമുണ്ട്. പക്ഷേ യോസഫ് നീതിമാനാകൊണ്ട് അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ പദ്ധതിയിട്ടു. രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, കാരണം പറയാതെ ഉപേക്ഷിക്കാൻ. കാരണം പറയാനുണ്ട്, പക്ഷെ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകളെല്ലാം കൂടി ഇവളെ കല്ലെറിഞ്ഞ് കൊന്നിരിക്കും. ഇല്ലെങ്കിൽ തന്നെ അവൾക്ക് പിന്നെ ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കാൻ പറ്റില്ല, അവൾ വീട്ടിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ടെന്നിരിക്കും. അങ്ങനെ എല്ലാ രീതിയിലും ഈ മറിയ സഫർ ചെയ്യേണ്ടി വരും. കാര്യം ഇത് പരിശുദ്ധാത്മാവിനാലാണെന്നൊന്നും ജനങ്ങൾക്കറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് യോസഫ് ചിന്തിച്ചു, ഞാൻ അവളെ ഉപദ്രവിക്കുന്നില്ല, ഞാൻ കാരണം പറയുന്നില്ല, അപ്പോൾ കുറ്റം എൻ്റെ മേലിരുന്നോളൂ ഇല്ലേ? അപ്പോൾ ആൾക്കാർ പറയും, യോസഫ് അവൻ വിവാഹ നിശ്ചയം ചെയ്ത പെണ്ണിനെ ഗർഭിണിയാക്കിയിട്ട് കണ്ടില്ലേ ഉപേക്ഷിച്ചിരിക്കുന്നെന്ന് പറയും. ആയിക്കോട്ടെ, അത്രയേ ഉള്ളല്ലോ. പക്ഷേ ഈ സ്ത്രീയെ അവൾക്ക് ലോകാപവാദം വരുത്താതിരിക്കേണ്ടതിന് രഹസ്യത്തിൽ കാരണം പറയാതെ. അപ്പം ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ യഹൂദന്മാരുടെ ഇടയിൽ വിവാഹ നിശ്ചയം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് വിവാഹം കഴിഞ്ഞതിന് തുല്യമാണ്. പക്ഷെ അവർ ഒരുമിച്ച് താമസിക്കുന്നില്ല. അപ്പോൾ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് ഈ യുവാവ് അവൻ്റെ ഭവനത്തിലേക്ക് പോകും. പോയാൽ സാധാരണ രീതിയിൽ ചെയ്യുന്നത്
കുറേ മാസങ്ങൾക്ക് ശേഷം എപ്പോഴെങ്കിലും അവൻ മടങ്ങി വന്ന് ഈ ഭാര്യയെ ചേർത്ത് കൊണ്ടുപോകും. ഭാര്യയെ ചേർത്ത് കൊണ്ട് പോകുന്നതിന് മുമ്പ്, ഭാര്യയെ ചേർത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർക്ക് താമസിക്കത്തക്ക രീതിയിൽ ഭവനം ഒരുക്കും. ഭവനം ഒരുങ്ങിക്കഴിഞ്ഞിട്ടാണ് മണവാളൻ മണവാട്ടിയെ ചേർക്കാനായിട്ട് വരുന്നത്. ഇന്നത്തെ പോലെ വാട്സാപ്പ് ഒന്നും ഇല്ലല്ലോ, ഞാൻ തിങ്കളാഴ്ച 11 മണിയാകുമ്പോൾ അങ്ങോട്ട് വരുമെന്ന് പറയാൻ. അതുകൊണ്ട് അന്നുണ്ടായിരുന്നത് ഈ മണവാളൻ അവൻ്റെ ഭവനം ഒരുക്കി കഴിഞ്ഞിട്ട് അവൻ്റെ കൂട്ടുകാരെ എല്ലാം കൂട്ടി ആർപ്പ് വിളിയോടുകൂടെ ഈ സ്ത്രീയുടെ ഭവനത്തിലേക്ക് വരും. അത് എപ്പോഴാണെന്നൊന്നും അറിയത്തില്ല, എപ്പോഴാണെന്നൊന്നും നേരത്തെ ഒന്നും അറിയത്തൊന്നുമില്ല. അപ്പോൾ വിവാഹം കഴിയുന്ന ദിവസം മുതൽ ഈ സ്ത്രീ എന്ത് ചെയ്തിരിക്കുക? ആർപ്പ് വിളി കേൾക്കുന്നത് എപ്പോഴാ എൻ്റെ മണവാളൻ വരുന്നത്? എൻ്റെ മണവാളൻ ഭവനം ഒരുക്കി കഴിഞ്ഞാൽ ഉടനെ വരുമല്ലോ, പിന്നെ എന്നെയും കൊണ്ടുപോകുമല്ലോ. ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അവളുടെ ചെവികൾ എപ്പോഴും ഇങ്ങനെ തുറന്നിരിക്കുക. ആർപ്പ് വിളി കേൾക്കുന്നുണ്ടോ? എൻ്റെ മണവാളൻ ഇപ്പോൾ വരുമോ? എപ്പോൾ വരും? അറിയില്ല, സമയം അറിയില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ, സമയം അറിയില്ല. അപ്പോൾ ഈ ദൈവദാസൻ എന്നോട് പറഞ്ഞത്, ഞങ്ങൾക്കിത് പെട്ടെന്ന് മനസ്സിലാവും, യഹൂദന്മാർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. അതേപോലെ യഹൂദനാ, ഞങ്ങൾക്കിത് പെട്ടെന്ന് മനസ്സിലാകും. അപ്പോൾ കർത്താവിൻ്റെ വരവിൻ്റെ കാര്യം അങ്ങനെയാണ്. കർത്താവ് നമ്മളെ മണവാട്ടിയാക്കിയിട്ട് പോയിരിക്കുകയാണ്. എൻ്റെ കർത്താവ് പറയാണ്, എന്താ പറയുന്നത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, എന്നാൽ ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. അത് യഹൂദന്മാരുടെ ഇടയിൽ കോമൺ ആണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ മണവാട്ടിക്ക് വേണ്ടി സ്ഥലം ഒരുക്കിയിട്ടാണ് മണവാളൻ മടങ്ങി വന്ന് മണവാട്ടിയെ ചേർത്ത് കൊണ്ട് പോകുന്നത്. അതുപോലെ കർത്താവ് വരുമ്പോൾ ആർപ്പുവിളി ഉണ്ടാകും, കാഹളം ധ്വനിക്കും. അപ്പോൾ ഈ കാഹളത്തിൻ്റെ ധ്വനിക്ക് വേണ്ടി കാതോർത്തിരിക്കുന്ന ഒരു മണവാട്ടി, അതുപോലെ നമ്മൾ കാതോർത്തിരിക്കണം. അവൻ്റെ വരവ് എന്നാണ് സംഭവിക്കാൻ പോകുന്നത്. അല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ ബെട്രോത്തൽ കഴിഞ്ഞിട്ട് ഓരോരുത്തരും അവരവരുടെ വഴിക്ക് പോകുകയല്ല. വിവാഹം കഴിഞ്ഞതിന് തുല്യമാണ്. അവൻ എൻ്റെ മണവാളനാണ്, അവനെൻ്റെ ഭർത്താവുമാണ്. അതുകൊണ്ടാണല്ലോ നിൻ്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കണ്ടെന്ന് പറയുന്നത്. യെസ്, കർത്താവ് എന്നെ കണക്കാക്കുന്നത് അവൻ്റെ മണവാട്ടിയായിട്ടാണ്, അവൻ്റെ കാന്തയായിട്ടാണ്. ഞാൻ അവൻ്റെ കാന്തയാണ്, അവൻ എൻ്റെ കാന്തനാണ്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അത്ര സുദൃഢമാണ്. ഇത് മാറ്റാൻ കഴിയുന്നതല്ല, ഉപേക്ഷിക്കാൻ കഴിയുന്നതല്ല. യേശു എന്നെ ഉപേക്ഷിക്കുകയില്ല, എനിക്ക് യേശുവിനെ ഉപേക്ഷിക്കാൻ കഴിയില്ല. കാരണം ഞങ്ങളുടെ ബെട്രോത്തൽ കഴിഞ്ഞപ്പോൾ മുതൽ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ, ഞങ്ങൾ കാന്തനും കാന്തയുമാണ് എന്നുള്ളത് പോലെയാണ്. സ്ഥലം ഒരുക്കിക്കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വരും, ആർപ്പ് വിളിയോടെ വരും, വന്ന് നിങ്ങളെ എൻ്റെ, അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. ഹോ, ഇതൊക്കെ വായിച്ചു കഴിയുമ്പോൾ എൻ്റെ കർത്താവേ, ഞാൻ ചോദിച്ചോട്ടെ, ഇതൊക്കെ നിർജീവമായി ഇരുന്ന് വായിക്കാൻ നമുക്ക് പറ്റുമോ? നമ്മുടെ ഹൃദയം തുടിക്കുന്നില്ലേ? തുടിക്കണം. അവൻ്റെ വരവിന് വേണ്ടിയുള്ള വലിയ ഒരുക്കം നമുക്കുണ്ടാകണം. ഒരു ഹൃദയത്തുടിപ്പ് നമുക്ക് ആവശ്യമുണ്ട്. അവൻ്റെ വരവിന് വേണ്ടി അവൻ എന്നെ ഒരുക്കിയിരിക്കുകയാണ്. ഞാൻ അവന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. അവൻ വരുന്നു. അവൻ ഒന്നാമത് വന്നത് എന്നെ മണവാട്ടിയാക്കാനാ, രണ്ടാമത് വരുന്നത് എന്നെ ചേർത്തുകൊള്ളുവാനാണ്. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് എന്തെല്ലാം വെളിപ്പാട് പുസ്തകത്തിലും എല്ലാം നമ്മൾ കാണുന്ന വേദഭാഗങ്ങളിൽ, വേദപുസ്തകത്തിലുടനീളം നമ്മൾ കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ അവിടെ അതിൻ്റെ 11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്ന കാര്യം, വെളിപ്പാട് പുസ്തകം അതിൻ്റെ 3-ാമത്തെ അധ്യായം
അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ, ഇതാ ഞാൻ വേഗം വരുന്നു, നിൻ്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ഞാൻ ദൈവത്തിൻ്റെ ആലയത്തിലൊരു തൂണാക്കും, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകയില്ല. എൻ്റെ ദൈവത്തിൻ്റെ നാമവും എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന ദൈവത്തിൻ നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവൻ്റെ മേൽ എഴുതും. എൻ്റെ പുതിയ നാമവും ഞാൻ അവൻ്റെ മേൽ എഴുതും. പിന്നെ ആരും അത് മായ്ക്കാൻ കഴിയില്ല. എൻ്റെ മേൽ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. മണവാട്ടി എന്ന് എഴുതിയിട്ടുണ്ട്, കാന്തയെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ ജയിക്കുന്നവൻ, അപ്പോൾ അത് നമ്മൾ ഓർക്കണം കേട്ടോ, ജയിക്കുന്നവനെ ചേർക്കാനാണ് യേശു വരുന്നത്. ജയിക്കുന്നവനെ. എന്തെങ്കിലും ഒരിക്കൽ കൈ ഒന്ന് പൊക്കി എന്നുള്ളത്, കൈ പൊക്കണ്ടെന്നല്ല, വെറുതെ ഒന്ന് കൈ പൊക്കിയതുകൊണ്ട് പലർക്കും ഒരു ചിന്തയുണ്ട്, ഏതെങ്കിലും ഒരു യോഗത്തിനൊന്ന് കൈ പൊക്കിയതുകൊണ്ട് ഞാനങ്ങ് പോകുമെന്ന്. അല്ല, ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലൊരു തൂണാക്കും. പ്രിയമുള്ളവരെ, അതാണ് ഒരുക്കം, കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കം. ജയിക്കുന്നവൻ. യെസ്, ഞാൻ ഈ ഭൂമിയിൽ ഇപ്പോൾ ജീവിക്കുന്നത് ഒരു ജയാളിയുടെ ജീവിതം ജീവിക്കാനാണ്. കാരണം കർത്താവ് പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. അവൻ്റെ വരവ് വേഗം, എത്രയും പെട്ടെന്ന്. ഐ കം ക്വിക്ക്ലി. ടൈം എനിക്കറിയത്തില്ല, എന്നാണ് ആർപ്പുവിളി കേൾക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, അവൻ വരുന്നത് എന്നെ ചേർക്കാനാ. അതെനിക്ക് നന്നായിട്ടറിയാം. വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ 22-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെയും ഇതേപോലെ തന്നെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയുന്ന പല വേദഭാഗങ്ങൾ ഉണ്ട്. 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കാൻ എൻ്റെ പക്കൽ ഉണ്ട്. ഇതാ ഞാൻ വേഗം വരുന്നു. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അവനെ ചേർക്കാനല്ല കർത്താവ് വരുന്നത്. അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, അവനെ ചേർക്കാനല്ല വരുന്നത്. നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ തന്നെ ഇനിയും വിശുദ്ധീകരിക്കട്ടെ. അപ്പം എനിക്ക് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാനുള്ള ഉത്തരവാദിത്വമുണ്ട്. കർത്താവ് വരും. അത് കർത്താവിൻ്റെ ഭാഗത്തു നിന്ന് കർത്താവ് വരുന്നത് ഏറ്റവും കർത്താവിൻ്റെ പ്രോമിസാണ്. അത് നടക്കും. പക്ഷേ എനിക്ക് ഒരുങ്ങാനുണ്ട്. ജയിക്കുന്നവനെ ഞാൻ ആലയത്തിൻ്റെ തൂണാക്കും. ഞാൻ ജയാളിയായി ജീവിക്കണം. ഞാൻ നീതിയോടെ ജീവിക്കണം. ഞാൻ വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. എനിക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അവൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് 22-ാം അധ്യായം അവസാനിക്കുന്നത് തന്നെ. അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ ഇത് സാക്ഷീകരിക്കുന്നവൻ അതെ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. സഭ പറയാണ്, ആമേൻ കർത്താവായ യേശുവേ വരണമേ. കർത്താവ് പറഞ്ഞു, ഞാൻ വേഗം വരുന്നു. യെസ്, അത് കർത്താവ് പറഞ്ഞതാ. ഞാൻ പറയാണ്, യെസ് ലോർഡ്, നീ വരണമേ. നിൻ്റെ വരവാണ്. അതിന്നാണെങ്കിലും ഞാൻ അതിനു വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ നമുക്ക് അത്യാവശ്യമാണ്. അങ്ങനെ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കുക. താമസിക്കും എന്ന് നമ്മൾ ചിന്തിക്കരുത്. പലപ്പോഴും ഉണ്ടാകുന്നൊരു വലിയൊരു പ്രശ്നം ഇതാണ്. കർത്താവ് എത്ര നാളായിട്ട് പറയുന്നു വരുന്നു എന്ന്, പക്ഷെ ഇതുവരെ കണ്ടില്ലല്ലോ, ഇനിയും വരത്തില്ലായിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. വരുമ്പം വരട്ടെ, അല്പം ഉറങ്ങിക്കളയാം എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ ഉപമ, അവിടെ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത, ഉറക്കം ആർക്കും ഉണ്ടാകാം കേട്ടോ. കർത്താവിൻ്റെ വരവ് താമസിക്കുമ്പോൾ ഉറക്കം ആർക്കും ഉണ്ടാകാം. വിശുദ്ധന്മാർക്ക് പോലും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അവിടെ നമ്മൾ കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 25-ന്റെ 1 മുതലുള്ള വാക്യങ്ങൾ, സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്ക് എടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശമാകും. അവരിൽ 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല, ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി. എന്നെ ഒത്തിരി അത്ഭുതപ്പെടുത്തിയ വാക്യമായത്. ബുദ്ധിയില്ലാത്തവർ മാത്രമല്ല ഉറങ്ങിയത്, എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി. കാര്യം മണവാളൻ താമസിക്കുന്നു. ഇന്ന് സംഭവിക്കുന്ന പ്രശ്നം അതാ.
മണവാളൻ്റെ വരവ് താമസിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് വരുമായിരിക്കും, എപ്പോഴാണെന്ന് അറിയത്തില്ലല്ലോ, ഉറങ്ങാം, ഇച്ചിരി നേരം ഉറങ്ങാം. കർത്താവിൻ്റെ വരവ് താമസം എന്ന് ചിന്തിച്ച് ഉറങ്ങരുത് എന്നുള്ളതാണ് അവിടെ കാണുന്നത്. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിൻ എന്ന ആർപ്പുവിളി ഉണ്ടായി. ഞാൻ പറഞ്ഞ യഹൂദ പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലുണ്ടല്ലോ. അർദ്ധരാത്രിയിലാണ് വന്നത്, 10 മണിക്കല്ല, ഉച്ചയ്ക്ക് വന്നില്ല, വൈകുന്നേരം വന്നില്ല, രാത്രി വന്നില്ല, അർദ്ധരാത്രിക്ക്. എപ്പോൾ വേണമെങ്കിലും കർത്താവ് വരാം, എപ്പോൾ വേണമെങ്കിലും. പക്ഷേ നമ്മൾ ഉറങ്ങാൻ പാടില്ല. അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീൻ എന്ന ആർപ്പുവിളി ഉണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. ആദ്യം നമ്മൾ ചിന്തിക്കും ബുദ്ധിയില്ലാത്തവർ കിടന്ന് ഉറങ്ങിയെന്ന്. അല്ല, എല്ലാവരും ഉറങ്ങി. എണീറ്റപ്പോൾ എല്ലാവരും എണീറ്റു. എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട് ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നെന്ന്. എന്നറിയാമോ? എണ്ണ എടുത്തില്ല, എണ്ണ ഇതിനകത്ത് ഒഴിച്ചിട്ടില്ല, നിങ്ങളുടെ എണ്ണയിൽ കുറേ ഞങ്ങൾക്ക് തരുവീനെന്ന് പറഞ്ഞു. ഇത് ഒരുക്കമാണ്, ഒരുക്കം. കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ മണവാളനെ എതിരേൽക്കാനുള്ള ഒരുക്കം നമുക്കുണ്ടാകണം. അത് എണ്ണയല്ല ഇതിനകത്തെ വിഷയം. ഇതിന് ഒത്തിരി വ്യാഖ്യാനങ്ങൾ നമുക്കുണ്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അവർ കർത്താവിൻ്റെ വരവിനെ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. വരുമ്പോൾ ആരോടെങ്കിലും കടം വാങ്ങിക്കാം എന്നൊക്കെയല്ലേ അവർ ചിന്തിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. കുറച്ച് എണ്ണയോട് എടുത്തായിരുന്ന വല്ല കുഴപ്പമുണ്ടായിരുന്നു. അത് സാരമില്ലെന്നേ, കർത്താവ് വരട്ടെ, വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇച്ചിരി കടം വാങ്ങിക്കാമെന്ന് ചിന്തിച്ചു. അതിലൊക്കത്ത് പോയി ഓടിപ്പോയി വാങ്ങിക്കാമെന്ന്, അങ്ങനെയൊക്കെ ചിന്തിച്ച് കടം വാങ്ങിക്കാമെന്ന്. ഇല്ല, അവിടുന്നും ഇവിടുന്നും വാങ്ങിക്കാൻ പറ്റുന്നതല്ല ഈ എണ്ണ. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. ഞാനവിടെ വാക്യങ്ങളെല്ലാം അവിടെ വായിക്കുന്നില്ല. കർത്താവ് വന്ന അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു, ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു, വാതിലടയ്ക്കുകയും ചെയ്തു. അതിന് ശേഷം മറ്റേ കന്യകമാർ വന്നു, ഞങ്ങൾക്കും തുറക്കണമെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, എനിക്ക് നിങ്ങളെ അറിയത്തില്ല എന്ന് സത്യമായിട്ട് നിങ്ങൾ പറയുന്നു. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പീൻ. എപ്പോഴും ഉണർന്നിരിപ്പീൻ. ഉണർന്നിരിക്കുക മാത്രം പോരാ, ഒരുങ്ങിയിരിക്കുകയും വേണം. ഉണർന്നിരുന്നു എന്നുള്ളത് സത്യമാണ്. ഇവരും ഉണർന്നല്ലോ, പക്ഷേ അവർ ഒരുങ്ങിയിരുന്നില്ല. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം. നാളും നാഴികയും അറിയായിക കൊണ്ട്. കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ് നമുക്ക് അവസരങ്ങളെ കൊണ്ടെത്തുന്നു. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങി. പക്ഷേ വേറെ കാര്യമുണ്ട്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ് നടന്നതുകൊണ്ടാണ് നമുക്കിതെല്ലാം പറ്റിയത്. കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ് അവസരങ്ങളെ കൊണ്ടെത്തുന്നു. ഒന്ന്, ദൈവരാജ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? യേശു ഒന്നാമത് വന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ദൈവരാജ്യത്തിന് അന്യരായിരുന്നു, പാപികളായിരുന്നു. പക്ഷെ കർത്താവ് വന്ന് നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിച്ചു. നമുക്ക് മറുവിലയായി, നമുക്ക് പകരമായി അവൻ മരിച്ചു. അങ്ങനെ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരായി, നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി, ദൈവം നമ്മുടെ പിതാവായി, നമ്മൾ യേശുവിൻ്റെ മണവാട്ടിയായി. ഇതെല്ലാം അവസരങ്ങളാണ്. ഈ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം തന്നത് കർത്താവിൻ്റെ ഒന്നാമത്തെ വരവാണ്. കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ്. ഇന്ന് ഇപ്പോൾ നമ്മൾ യേശുവിൻ്റെ മണവാട്ടിയാണ്. ദൈവ സംസർഗത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. ദൈവ സംസർഗത്തിൽ നമ്മൾ ജീവിക്കുന്നു. റോമാലേഖനം നമ്മൾ വായിക്കുമ്പോൾ 6-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഇനി മരിക്കയില്ല. മരണത്തിന് അവൻ്റെ മേൽ കർത്തൃത്വമെന്ന് നമ്മൾ അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ.
അപ്പോൾ ദൈവ സംസർഗത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? കർത്താവ് ഒന്നാമത് വന്ന് നമ്മളെ വീണ്ടെടുത്തത് കൊണ്ടാണ്. ആ വീണ്ടെടുപ്പ് അത് നമ്മൾ മനസ്സിലാക്കണം. ദൈവ സംസർഗത്തിലെ ജീവിതം. യോഹന്നാൻ്റെ സുവിശേഷത്തിലും അതിൻ്റെ 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ച വേദഭാഗത്തിൽ നിന്ന് താഴോട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. അപ്പോൾ യേശുവിൻ്റെ ഒന്നാമത്തെ വരവ് നമ്മളെ ദൈവം മക്കളാക്കി, നമ്മുടെ പാപങ്ങളെ വിടുവിച്ചു, ദൈവ മക്കളാക്കി, അവൻ്റെ മണവാട്ടിയാക്കി, മറ്റൊരു ഓപ്പർച്യൂണിറ്റിയൂടെ നമുക്ക് തന്നു. ഈ ദൈവവും ഒന്നിച്ച് സഹവസിക്കുവാനും ജീവിക്കുവാനുമുള്ള ഒരു അവസരം കർത്താവ് അവൻ്റെ ഒന്നാമത്തെ വരവിലൂടെ തന്നു. ഇവിടെ എഴുതിയിരിക്കുക, കർത്താവ് തന്നെ പറയുകയാണ്, എന്താണ്? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ദൈവവും യേശുവും അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പണ്ട് യേശുവിനെ അറിയുന്നതിന് മുമ്പ് നമുക്ക് ഇത് നമുക്ക് എബൈഡിങ് ഇൻ ജീസസ്, എബൈഡിങ് വിത്ത് ദ ഫാദർ, ഇതൊന്നും നമുക്ക് ഒരിക്കലും ആലോചിക്കാൻ പോലും കഴിയാതിരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരം എന്താണ്? അവനോട് കൂടെ വസിക്കുവാനുള്ള അവസരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അതേപോലെ പരിശുദ്ധാത്മാവുമായുള്ള സംസർഗവും, അപ്പം യേശുവുമായുള്ള സഹവാസം, എബൈഡിങ് ഇൻ ജീസസ്. യോഹന്നാൻ 15-ാം അധ്യായത്തിൽ നമ്മൾ പിന്നീട് അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. മുന്തിരിവള്ളിയും കൊമ്പും തമ്മിലുള്ള ബന്ധം. ഞാൻ നിങ്ങളിൽ വസിക്കും, എന്നിൽ വസിച്ചിട്ടല്ലാതെ. അപ്പോൾ വസിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? യേശു ഒന്നാമത് വന്നതുകൊണ്ടാണ്. യേശു എന്നിൽ വസിക്കുന്നു, പിതാവ് എന്നിൽ വസിക്കുന്നു. യോഹന്നാൻ 14-ാം അധ്യായത്തിൽ അതിൻ്റെ 16-ഉം 17-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് അയച്ചു തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിനവനെ ലഭിപ്പാൻ കഴിയുകയില്ല. അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. അപ്പോൾ ഈ എല്ലാ ഓപ്പർച്യൂണിറ്റീസും കൊണ്ടുവന്നത് യേശുവിൻ്റെ ഒന്നാമത്തെ വരവാണ്. ഒന്ന്, യേശുവും ഒന്നിച്ച് വസിക്കുവാനുള്ള അവസരം, പിതാവും ഒന്നിച്ച് വസിക്കുവാനുള്ള അവസരം, പരിശുദ്ധാത്മാവും ഒന്നിച്ച് വസിക്കുവാനുള്ള അവസരം. കാരണം എന്താ? നമ്മളിപ്പോൾ ദൈവ മക്കളാണ്. അവൻ്റെ മരണത്താൽ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടു, നമ്മൾ ദൈവ മക്കളായി. നമുക്കിപ്പോൾ ദൈവവും ഒന്നിച്ചുള്ള സഹവാസം സാധ്യമാണ് എന്നുള്ളതാണ്. ഇതെല്ലാം കൊണ്ടുവന്നത്, ഓപ്പർച്യൂണിറ്റീസ് എല്ലാം കൊണ്ടുവന്നത് യേശുവിൻ്റെ ഒന്നാമത്തെ വരവാണ്. എന്നാൽ യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങളെ അല്ല കൊണ്ടുവരുന്നത്. അത് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഡെസ്റ്റിനേഷനാണ്, ഓപ്പർച്യൂണിറ്റീസ് അല്ല. ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നമ്മളെ എത്തിക്കുകയാണ്. ഇനിയിപ്പോൾ ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല. കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിൽ ആളുകൾക്കെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. അവൻ ഒന്നാമത് വന്നു, പാപിയായ മനുഷ്യൻ, അവന് ഓപ്പർച്യൂണിറ്റി ഉണ്ടായി. പാപത്തെ വിട്ട് യേശു കർത്താവിനെ സ്വീകരിക്കുവാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായി. പക്ഷേ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് ശേഷം ഈ ഓപ്പർച്യൂണിറ്റി ഇല്ല, ഈ അവസരമില്ല. അത് കഴിഞ്ഞ് ആർക്കെങ്കിലും രക്ഷിക്കപ്പെടാൻ പറ്റുമോ? പറ്റത്തില്ല. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ഡെസ്റ്റിനേഷനാണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിക്കുകയാണ്. എന്താ നമ്മുടെ ഡെസ്റ്റിനേഷൻ? ഒന്നാമത്തെ വരവ് നമ്മളെ മണവാട്ടിയാക്കി. രണ്ടാമത്തെ വരവ് മണവാട്ടിക്ക് കാന്തനോടൊന്നിച്ചുള്ള സഹവാസമാണ്, കാന്തയുടെ കല്യാണമാണ്. ഇനി യുഗായുഗങ്ങൾ നമ്മൾ കാന്തനോടൊപ്പം വസിക്കുകയാണ്. ഡെസ്റ്റിനേഷൻ. പിന്നീട് ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല. ആർക്കും പിന്നീട് മണവാട്ടിയാകാനുള്ള ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല, രക്ഷിക്കപ്പെടാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല. ഓപ്പർച്യൂണിറ്റി എല്ലാം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവോടെ തീരുകയാണ്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വരവ്, രണ്ടാമത്തെ വരവ് എത്ര പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ കാന്തയ്ക്ക് കല്യാണം, ലോകത്തിന് ന്യായവിധി. ഇത് രണ്ടും ഡെസ്റ്റിനേഷനാണ്.
ലോകത്തിന് പിന്നെ ന്യായവിധിയിൽ നിന്ന് ഒഴിവില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 28 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിലുള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് നടന്നാൽ കല്ലറകളിലുള്ള എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്യുന്നവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. പിന്നെ അവർക്ക് ഇപ്പം എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പം ആർക്ക് വേണമെങ്കിലും ഏത് പാപിക്കും കർത്താവിൻ്റെ അടുത്തേക്ക് വരാം, അവൻ്റെ പാപങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കാം, വിടുതൽ പ്രാപിക്കാം, അവനെ പിതാവാക്കാം, ദൈവത്തിൻ്റെ മകനാകാം, യേശുവിൻ്റെ മണവാട്ടിയാകാം. എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഇപ്പോഴുണ്ട്. പക്ഷേ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് നടന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവൻ്റെ ശബ്ദം കേട്ടു നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. പിന്നീട് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, യാതൊരു ഓപ്പർച്യൂണിറ്റിയും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവൻ്റെ ഒന്നാമത്തെ വരവിലായിരുന്നു എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഉള്ളത്. എല്ലാ ഓപ്പർച്യൂണിറ്റീസും, എല്ലാ അവസരങ്ങളും അവൻ്റെ ഒന്നാമത്തെ വരവിലായിരുന്നു. കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ്, അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ദാറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് അവർ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസം, അതിൻ്റെ അടിസ്ഥാനം എന്താ? നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവാണെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം കർത്താവിൻ്റെ ഒന്നാമത്തെ വരവാണ്. കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിൽ അവിടുന്ന് തൻ്റെ ജീവൻ മറുവിലയായി കൊടുത്ത എന്നെ വീണ്ടെടുക്കുവാൻ വേണ്ടി വന്നു. അതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ അവനിൽ വിശ്വസിച്ച് ഞാൻ ദൈവ പൈതലായി തീർന്നു, ഞാൻ അവൻ്റെ മണവാട്ടിയായി തീർന്നു, ഞാൻ അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുകയാണ്. എൻ്റെ വിശ്വാസത്തിൻ്റെ, എൻ്റെ ഫെയ്ത്തിൻ്റെ അടിസ്ഥാനം കർത്താവിൻ്റെ ഒന്നാമത്തെ വരവാണ്. അവൻ്റെ ബർത്ത്, അവൻ്റെ ലൈഫ്, അവൻ്റെ ഡെത്ത്, അവൻ്റെ റിസറക്ഷൻ, അവൻ്റെ അസെൻഷൻ, അവൻ്റെ ജനനം, അവൻ്റെ ജീവിതം, അവൻ്റെ മരണം, അവൻ്റെ ഉയിർത്തെഴുന്നേൽപ്പ്, അവൻ്റെ സ്വർഗാരോഹണം, ഇതെല്ലാം അവൻ്റെ ഒന്നാമത്തെ വരവിൽ സംഭവിച്ച കാര്യങ്ങളാണ്. അതാണ് എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഈ ഭൂമിയിലേക്ക് വന്ന് ജനിച്ച് മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് പകരമായി മരിച്ച് അടക്കപ്പെട്ട് ഉയിർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയ യേശുവാണ് എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അല്ലാതെ എനിക്ക് വിശ്വാസം ഉണ്ടാക്കാൻ പറ്റില്ല. ഈ ഫെയ്ത്ത് ഞാൻ പ്രസംഗിക്കുന്നത് ഇത് തന്നെയാണ്. അതായത് ഒരു മനുഷ്യൻ വിശ്വസിക്കണമെങ്കിലും യേശുവിനെ ഏറ്റുപറയണമെങ്കിലും എല്ലാം യേശുവിൻ്റെ ഭൂമിയിലെ ജീവിതം, ആ ജീവിതം എന്തിനു വേണ്ടിയാണ് യേശു വന്നത്, എന്താണ് യേശു ഇവിടെ ചെയ്തത്, അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് പ്രസംഗിക്കേണ്ടത്. അതെല്ലാം പ്രസംഗിച്ച് എന്തു വേണം? അവരെ വിശ്വാസത്തിലേക്ക് നയിക്കണം. അങ്ങനെ വിശ്വാസത്തിലേക്ക് വന്നവരാ നമ്മളെല്ലാം. നമ്മുടെ ഫെയ്ത്തിൻ്റെ അടിസ്ഥാനം കർത്താവിൻ്റെ ഒന്നാമത്തെ വരവാണ്. അവൻ്റെ ജനനം, അവൻ്റെ ജീവിതം, അവൻ്റെ മരണം, അവൻ്റെ ഉയിർത്തെഴുന്നേൽപ്പ്, അവൻ്റെ സ്വർഗാരോഹണം, ഇതെല്ലാം സംഭവിച്ച് കഴിഞ്ഞ കാര്യങ്ങളാണ്. അവൻ്റെ ഒന്നാമത്തെ വരവിൽ സംഭവിച്ച കാര്യങ്ങൾ. അതാണ് എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. എന്നാൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ അടിസ്ഥാനം, അഥവാ രണ്ടാമത്തെ വരവെന്ന് പറയുന്നത് എൻ്റെ പ്രത്യാശയുടെ അടിസ്ഥാനമാണ്. ദാറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് മൈ ഹോപ്പ്. The life of Jesus, the first coming of the Lord, that is the foundation of my faith. കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ് എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് എൻ്റെ പ്രത്യാശയുടെ അടിസ്ഥാനമാണ്. അവിടുന്ന് വന്നു, ജീവിച്ചു, എൻ്റെ പാപങ്ങൾക്ക് പകരമായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയിർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി. ഇനിയിപ്പോൾ എനിക്ക് എന്താ പ്രത്യാശയുള്ളത്? എൻ്റെ പ്രത്യാശ അവൻ രണ്ടാമത് വരുമെന്നുള്ളതാ.
അവൻ്റെ മടങ്ങി വരവ്, അതാണ് എൻ്റെ പ്രത്യാശ. എൻ്റെ പ്രത്യാശ ഈ ഭൂമിയിലല്ല. ഇപ്പോഴത്തെ കാറ് മാറി വേറെ കാറ് കിട്ടും, പുതിയ വീട് കിട്ടും, ഇതൊന്നും അല്ല എൻ്റെ പ്രത്യാശ. എൻ്റെ പ്രത്യാശയുടെ അടിസ്ഥാനം ഭൗമിക കാര്യങ്ങളല്ല. അതൊക്കെ ഈ ഭൂമിയിൽ നഷ്ടപ്പെട്ടു പോകുന്നതായ കാര്യങ്ങളാണ്. നമ്മൾ ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇന്ന് രാവിലെ നമ്മൾ വായിച്ച ഭാഗമാണല്ലോ. ഈ ലോകത്ത് നമ്മളൊന്നും കൊണ്ടുപോകത്തുമില്ല. ഇതൊന്നും അല്ല നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനം. ഇന്ന് പല പ്രസംഗങ്ങളുടെയും അടിസ്ഥാനം ഭൗമിക കാര്യങ്ങളാണ്. അല്ല, നിങ്ങളുടെ പ്രസംഗം കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ് പ്രസംഗിക്കുക, അതിലൂടെ ജനങ്ങൾ വിശ്വാസത്തിലേക്ക് വരട്ടെ. അങ്ങനെ വിശ്വാസത്തിലേക്ക് വന്നവർക്ക് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് പ്രസംഗിക്കുക, അവർ പ്രത്യാശയിൽ ജീവിക്കട്ടെ. പ്രത്യാശ അനിവാര്യമാണ്. പ്രത്യാശയിൽ. അപ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ അല്ലെങ്കിൽ രണ്ടാമത്തെ വരവ് എന്ന് പറയുന്നത് നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനമാണ്. നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനമാണ്. എൻ്റെ പ്രത്യാശ അതാ. എനിക്ക് വേറെ ഒന്നുമില്ല. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എന്നെ ഞാനാക്കിയത്, ഞാൻ ഇന്ന് എന്താണോ അതെല്ലാം ആക്കിയത്, ഞാനാക്കിയത് കർത്താവിൻ്റെ ഒന്നാമത്തെ വരവാ. ഞാൻ ആരാകാനുള്ളവനാണോ അതിലേക്ക് എന്നെ നയിക്കുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവാ. ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം. എന്നെ ഞാനാക്കിയത് കർത്താവിൻ്റെ ഒന്നാമത്തെ വരവാണ്. പക്ഷേ ഇതെൻ്റെ ഈ ഭൂമിയിലെ എൻ്റെ ജീവിതം, ഇവിടെ തന്നെ ഞാൻ സ്വർഗം അനുഭവിക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. ഈ ഭൂമിയിൽ ഞാൻ യേശുവിനെ അനുഭവിക്കുന്നുണ്ട്, യേശുവിനെ സ്നേഹിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇതിനപ്പുറത്തൊരു ലോകം എനിക്കുണ്ട്. എൻ്റെ മണവാളൻ വരികയാ. ആ മണവാളൻ വന്നാൽ അവൻ ഇരിക്കുന്ന ഇടത്ത് എന്നെയും അവൻ്റെ കൂടെ ഇരുത്തി ഞാൻ അവൻ്റെ കൂടെ ജീവിക്കും. അതാണ് എൻ്റെ പ്രത്യാശ. എൻ്റെ പ്രത്യാശയുടെ അടിസ്ഥാനം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര അത്ഭുതകരമായ നിലയിൽ ഇതിനിടയ്ക്ക് എല്ലാ സ്നേഹം കയറി കിടക്കുകയാണ്. അവൻ്റെ ഒന്നാമത്തെ വരവിലും രണ്ടാമത്തെ വരവും എല്ലാം അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രകാശനമാണ്. കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ് സ്നേഹത്തിൽ നിന്നാണ്. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ലോകത്തെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഗോഡ് സോ ലവ്ഡ്, അത്രയ്ക്ക് സ്നേഹിച്ചു. ഐ നെവർ ഡിസേർവ്ഡ് ഇറ്റ്. ഞാനിതൊന്നും ഞാൻ ഡിസേർവ് ചെയ്ത കാര്യമല്ല. അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രകാശനമാണ് അവൻ്റെ ഒന്നാമത്തെ വരവ്. അവൻ്റെ സ്നേഹത്തിൻ്റെ പൂർത്തീകരണമാണ് അവൻ്റെ രണ്ടാമത്തെ വരവ്. കാരണം എന്നെ അവൻ മണവാട്ടിയാക്കി. ഞാനിപ്പോൾ അവൻ്റെ സ്നേഹത്തിലാണ് വസിക്കുന്നത്. അതായത് അവൻ്റെ സ്നേഹമാണ് എന്നെ അവൻ്റെ മണവാട്ടിയാക്കിയത്. അവൻ്റെ സ്നേഹത്തിലാണ് ഞാൻ ഇപ്പോൾ വസിക്കുന്നത് എന്ന് തന്നെയല്ല, അവൻ്റെ സ്നേഹത്തിൻ്റെ പൂർത്തീകരണമാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്. അപ്പോൾ കർത്താവിൻ്റെ ഒന്നാമത്തെ വരവും എൻ്റെ ഇപ്പോഴത്തെ ജീവിതവും ഇനി വരാനുള്ള അവൻ്റെ രണ്ടാമത്തെ വരവും എല്ലാം സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്, വിശ്വാസത്തിൽ അധിഷ്ഠിതം. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അവൻ്റെ ഒന്നാമത്തെ വരവാണ്. സ്നേഹത്തിലാണ് എല്ലാം. പ്രത്യാശ, എൻ്റെ പ്രത്യാശയുടെ അടിസ്ഥാനം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവാണ്. കർത്താവ് എന്നെ സ്നേഹിച്ച് അവന് വേണ്ടി എന്നെ ഒരുക്കിയിരിക്കുകയാണ്. അവന് വേണ്ടി ജീവിക്കാൻ അവൻ എന്നെ വിളിച്ചിരിക്കുകയാണ്. അവൻ്റെ സ്നേഹത്തിൽ വസിക്കുവാൻ അവൻ എന്നെ വിളിച്ചിരിക്കുകയാണ്. ഇതാണ് കർത്താവിൻ്റെ ഒന്നാമത്തെ വരവും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവും തമ്മിലുള്ള ആ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം എന്ന് പറയുന്നത്. ഈ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും അത്യാവശ്യമായ കാര്യം കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് ഇനി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. അതിന് ശേഷം വേണം നമ്മൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ദൈവജനം എങ്ങനെ ഒരുങ്ങണം എന്നുള്ളത് പഠിക്കുന്നത്. അതുകൊണ്ട് താമസിയാതെ നമുക്ക് മടങ്ങി വരാൻ കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം.